ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഓൺലൈനിൽ ബോഗൻവില്ല പ്ലാന്റ്സുകൾ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും മേടിച്ചിട്ടുള്ളവർക്കും ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എൻ്റെ പേര് സുറുമി എന്നാണ്. നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ഹോം ഗാർഡൻ ആണ്. അപ്പോൾ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് കേട്ടോ. ഹോം ഗാർഡനിനകത്ത് ഇൻഡോർ പ്ലാന്റ്സുകളെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. അഗ്ലോണിമ പ്ലാന്റ്സുകൾ, കലാത്തിയകൾ, ഫിലോഡെൻഡോൺ, ആന്തൂറിയം വെറൈറ്റീസ്. ഇപ്പം നമ്മുടെ കയ്യിൽ നിറയെ അടിപൊളിയായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഹൈബ്രിഡ് ബോഗൻവില്ല പ്ലാന്റുകളുമാണ്. അപ്പോൾ ഹൈബ്രിഡ് ബോഗൻവില്ല പ്ലാന്റ്സുകൾ മേടിക്കുന്ന പലർക്കും ഇത് മേടിക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്, ഇത് ഏത് രീതിയിലാണ് ഇതിനെ കെയർ ചെയ്യേണ്ടതെന്നൊക്കെ എല്ലാവർക്കും സംശയമുള്ള ഒരുപാട് ഡൗട്ട്സൊക്കെ നമ്മളോട് വാട്സപ്പിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് പ്ലാന്റുകൾ കൊറിയർ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കണേ. മെയിനായിട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ പ്ലാന്റ്സ് ഇങ്ങനെ ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നത് എങ്ങനെയാണ്, ഇത്രയും ഫ്ലവേഴ്സ് വരാൻ എന്താണ് ചെയ്യുന്നതെന്നൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു നമ്മൾ ഉപയോഗിക്കുന്ന വളവും ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. മെയിനായിട്ടും ഹൈബ്രിഡ് ബോഗൻവില്ല പ്ലാന്റുകൾക്ക് നമുക്ക് ആവശ്യം വെയിൽ തന്നെയാണ്. ഏറ്റവും വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്ത് തന്നെ വേണം നമ്മളിത് വെക്കാനായിട്ട്. അതുപോലെ തന്നെ ഹൈബ്രിഡ് ബോഗൻവില്ല പ്ലാന്റ്സുകൾ നമ്മൾ നന്നായിട്ട് നനച്ച് കൊടുക്കണം. ഒരു നേരമെങ്കിലും നന്നായിട്ട് നനച്ച് കൊടുക്കണേ. നമ്മളിപ്പോൾ ഇത്രയും ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകാനായിട്ട് കൊടുക്കുന്നത് DAP ആണ് കേട്ടോ. അപ്പോൾ ഒരു വളയിട്ടതിന് ശേഷം നമ്മുടെ പ്ലാന്റ്സിലൊക്കെ നിറയെ ഫ്ലവേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹൈബ്രിഡ് ബോഗൻവില്ല പ്ലാന്റ്സുകൾക്ക് മെയിൻ ആയിട്ടുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ റൂട്ടിന് അധികം അനക്കം വന്നിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് പിടിച്ച് കിട്ടാൻ പാടാണ്. അപ്പോൾ ഓൺലൈനിൽ പല ആളുകൾക്ക് മേടിക്കാൻ പേടിയാണ്. പല സെല്ലേഴ്സിൻ്റെയും പലരുടെയും കൈകളിൽ നിന്ന് മേടിച്ചിട്ട് പ്ലാന്റ് ഡാമേജ് ആയി പോയി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെയിൻ കാരണം ഇതിൻ്റെ റൂട്ട് അധികം അനങ്ങാതെ വേണം നമ്മൾ ഇത് അയക്കാനായിട്ട്. നമ്മൾ മെയിനായിട്ടും സെയിം പോട്ടോടുകൂടി തന്നെയാണ് അയക്കുന്നത് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഓൾ കേരള പെറ്റ് സർവീസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പെറ്റ് സർവീസിലാകുമ്പോൾ നമ്മൾ സെയിം പോട്ട് അതുപോലെ തന്നെ പാക്ക് ചെയ്ത് കയറ്റി വിടുവാട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ വന്നാലേ റിപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ പോട്ടിൽ തന്നെ നിങ്ങൾക്ക് വെച്ചാൽ മതി. പ്ലാന്റിന് ഒരു ഡാമേജും ഇല്ലാതെ തന്നെ കിട്ടും. നമ്മളിത് കൊറിയർ ചെയ്യണ സമയത്ത് നമ്മൾ കൊറിയർ ചെയ്യാന്ന് വെച്ചാൽ അത്രയും സേഫായിട്ട് ഇതുകൊണ്ട് ഇത്രയും വലുപ്പത്തിലുള്ളൊരു പോട്ടിലൊക്കെയാണ് ഈ പ്ലാന്റ് വരുന്നത്. ഈ ഒരു പോട്ട് നമ്മൾ ഈ സെയിം പ്ലാന്റ് സെയിം പോട്ടോടുകൂടി തന്നെ DTDC വഴി കൊറിയർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 250 രൂപ കൊറിയർ ചാർജ് മാത്രം വരും. ഇത് നമ്മൾ പാക്ക് ചെയ്ത് വരുമ്പം ഇത് ഏകദേശം ഒരു 5 കിലോ വരുന്ന പോട്ടാണ്. നമ്മളിത് പാക്ക് ചെയ്ത് വരുമ്പം അത്യാവശ്യം നല്ല വെയിറ്റ് വരും. അതുപോലെ വോളിയം നോക്കുന്നുണ്ട് DTDCയിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു സെയിം പ്ലാന്റ് നമ്മൾ അയക്കുമ്പം 250-300 ആ ഒരു റേഞ്ചിൽ നമുക്ക് കൊറിയർ ചാർജ് മാത്രം വരുവേ. അപ്പോൾ അത്രയും ചാർജ് പല ആളുകളും അത് കുഴപ്പമില്ല അങ്ങനെ തന്നെ അയച്ചോളൂ എന്ന് പറഞ്ഞ് മേടിക്കലുണ്ട്. ഇപ്പം അത്രയും കൊറിയർ ചാർജ് ഒന്നും തരാൻ പറ്റാത്തവർക്ക് നമ്മൾ ഈ പോട്ടിൽ നിന്ന് എടുത്തിട്ട് സേഫായിട്ട് തന്നെ കുറച്ച് മണ്ണൊക്കെ കളഞ്ഞ് അതിൻ്റെ റൂട്ടിന് യാതൊരുവിധ ഡാമേജും വരാതെയാണ് വേറൊരു ചെറിയ പോട്ടിലേക്കാക്കി നമ്മൾ അയക്കും. കളക്ട് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ കയ്യിൽ പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ആ പ്ലാന്റ് വന്നിരിക്കുന്ന ഏത് പോട്ടാണ്, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, ഏത് പോട്ടാണ് അതുപോലെ തന്നെ നിങ്ങളത് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്ന് പ്ലാന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എടുത്ത് നല്ല വെയിലുള്ളിടത്തേക്കും ഒരു കാരണവശാലും വെക്കരുത്. കുറച്ച് ദിവസം ഒരാഴ്ചയെങ്കിലും കുറച്ചൊരു ഷെയ്ഡഡ് ആയിട്ടുള്ള, എന്നാൽ ചെറുതായിട്ട് വെട്ടവും കിട്ടും വെയിലും ഒക്കെ കിട്ടുന്ന കുറച്ച് ഷെയ്ഡഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ തന്നെ വേണം ഈ ഒരു പ്ലാന്റ് നിങ്ങൾ വെക്കാനായിട്ട്. ആ വന്ന പോട്ട് ഒരു കാരണവശാലും നിങ്ങൾ ചേഞ്ച് ചെയ്യല്. ചില ആളുകൾക്ക് പ്ലാന്റ് കൈ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നല്ല രസമുള്ള പോട്ടിലേക്കൊക്കെ ഇത് ചേഞ്ച് ചെയ്ത് വെക്കണം എന്നൊക്കെ ഒരു ഇതുണ്ട്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അഗ്ലോണിമയും കലാത്തിയൊന്നും നമ്മൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലവും നിങ്ങൾക്ക് വരില്ല. പക്ഷെ ബോഗൻവില്ല പ്ലാന്റ്സ് ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. വരുന്ന ഏത് പോട്ടാണോ ആ പോട്ടിൽ തന്നെ നിങ്ങളത് കീപ്പ് ചെയ്യുക. എന്നിട്ട് ചെറിയൊരു തണലുള്ളിടത്തേക്ക് ഒരാഴ്ചയെങ്കിലും നിങ്ങൾ സൂക്ഷിക്കുക. പ്ലാന്റ് ഒന്ന് ഹെൽത്തി ആയിട്ടൊക്കെ വന്നതിന് ശേഷം മാത്രം നല്ല വെയിലുള്ളിടത്തേക്ക് വെക്കുക. പിന്നെ നിങ്ങൾ ഒരു 3-4 മാസം കഴിഞ്ഞ് മാത്രം ഇത് റിപ്പോർട്ട് ചെയ്താൽ മതി. ഇതിപ്പോൾ നല്ല വെയിൽ സമയമാണല്ലോ, ഈ സമയത്ത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. ആ വരുന്ന പോട്ടിൽ തന്നെ നിങ്ങൾ സൂക്ഷിക്കുക. എന്നിട്ട് അടുത്ത മഴ സീസണൊക്കെ വരുന്ന സമയത്ത് റിപ്പോർട്ട് ചെയ്യുക. റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പോട്ടിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും പോട്ടിൽ നിന്ന് ഇളക്കി പറിച്ചെടുക്കരുത്. ജസ്റ്റ് പോട്ട് തലകീടായി പിടിച്ചിട്ട് പോട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കൊട്ടിക്കഴിയുമ്പോൾ പോട്ടിങ്ങ് ഊരി വരും. അപ്പോൾ അങ്ങനെ ഊരി വന്ന് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പോട്ടിലേക്ക് ഇറക്കി വെച്ച് നിങ്ങളുടെ പോട്ടി മിക്സും കൂടി ഇട്ട് കൊടുക്കുകയോ ചെയ്യാവുള്ളൂ. അങ്ങനെ ഇപ്പം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസത്തേക്ക് വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുക്കാതിരിക്കുക. മണ്ണ് അത്രയും ഡ്രൈ ആയിട്ട് നന്നായിട്ട് ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാവുള്ളൂ. അതുകൊണ്ട് ഇതുപോലെ ഈർപ്പമുള്ള സമയത്താണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോട്ട് ഊരിയെടുക്കുന്ന സമയത്ത് മണ്ണ് മുഴുവൻ അതിൽ നിന്ന് ലൂസായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോഴും പ്ലാന്റ് പിടിച്ചു കിട്ടാനും പാടുവരും. അപ്പം നന്നായിട്ട് ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് മാത്രം പോട്ട് ജസ്റ്റ് നമ്മൾ ഊരിയെടുക്കുന്ന സമയത്ത് അതിൽ നിന്ന് അധികം മണ്ണും കാര്യങ്ങളൊന്നും പോവില്ല.
അപ്പം അത് അതേപോലെ തന്നെ റൂട്ടിനൊന്നും ഒരു അനക്കവും സംഭവിക്കാതെ അത്രയും കട്ടയായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അത് നിങ്ങളുടെ പോട്ടിലേക്ക് ഇറക്കി വെച്ച് നടുവാണെങ്കിൽ ഒരു ഡാമേജും വരില്ല കേട്ടോ. നമ്മൾ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് ഇത്രയും പൈസ കൊടുത്ത് നിങ്ങൾ പ്ലാന്റ്സുകൾ മേടിച്ചിട്ട് നിങ്ങൾക്ക് അത് ഹെൽത്തി ആയിട്ട് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ അത് യൂസ് ആവുള്ളൂ. പ്ലാന്റ്സുകൾ നടുമ്പോൾ ഇത്രയും ശ്രദ്ധിച്ച് തന്നെ വേണോട്ട് നിങ്ങൾ ചെയ്യാനായിട്ട്. നമ്മൾ അത്രയും സമയം എടുത്താണ് നമ്മൾ ഓരോ പാക്കിങ്ങും ചെയ്യുന്നത്. നമുക്ക് അഗ്ലോണിമിയും കലാത്തിയും ഒന്നും അയക്കാനായിട്ട് നമുക്ക് ഒരു പാടുമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് 5ഉം 10ഉം കൊറിയറുകളൊക്കെ നമുക്ക് ഒരു പക്ഷേ പാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ബോഗൻവില്ലയുടെ പ്ലാന്റ്സ് അങ്ങനെയല്ല കേട്ടോ. ഒരു മണിക്കൂറിൽ നമുക്ക് ഒരു പാക്കിങ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ടൈം എടുത്താണ് നമ്മൾ ഓരോ പാക്കിങ്ങും ചെയ്യുന്നത്. അത്രയും സമയം എടുത്ത് അത്രയും പാക്ക് ചെയ്ത് അത്രയും റിസ്ക് എടുത്ത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിലും അത് സേഫ് ആയിട്ട് കിട്ടി. നിങ്ങൾക്കും അതിൽ നിറയെ ഫ്ലവേഴ്സ് ഉണ്ടാകുമ്പോഴല്ലേ നമുക്കതൊരു സന്തോഷം. നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് മെസ്സേജ് ഇടാറുണ്ട്, സുർമിയുടെ കയ്യിൽ നിന്ന് മേടിച്ച പ്ലാന്റ്സുകളാണ് ഇപ്പോൾ ഫ്ലവർ ആയി എന്നൊക്കെ പറഞ്ഞിടുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ സേഫ് ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. നിങ്ങളെ വീഡിയോ ഒക്കെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നു. ഒരുമാതിരി എല്ലാവർക്കും തന്നെ ഞാൻ റിപ്ലൈ ഇട്ടു കേട്ടോ. അപ്പോൾ ഒരുപാട് എൻക്വയറി ഇങ്ങനെ ഈ പ്ലാന്റ് എന്താണ് ചെയ്യേണ്ടത്, നീ എന്ത് ചെയ്യണം എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അതുപോലെ തന്നെ അവിടെ നിന്ന് പ്ലാന്റ് മേടിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചു, ഡാമേജ് ആയി, നിങ്ങളും സേഫ് അല്ലാതെയാണ് അയച്ചു തരുന്നത് എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. അപ്പോൾ അത് അയച്ചു തരുന്നവരുടെ പ്രോബ്ലം അല്ല, എല്ലാവരും അത്രയും ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അത്രയും റിസ്ക് എടുത്താണ് ഈ പ്ലാന്റുകളൊക്കെ അയക്കുന്നത്. എല്ലാ സെല്ലേഴ്സിനും അങ്ങനെ തന്നെയാണ്. കസ്റ്റമേഴ്സിന്റെ കയ്യിൽ പ്ലാന്റ് സേഫ് ആയിട്ട് കിട്ടി നിങ്ങൾ ഹാപ്പി ആകുമ്പോഴാണ് നമുക്ക് അതിനകത്തൊരു തൃപ്തി വരുന്നത്. എല്ലാവരും ഓൺലൈനിൽ പ്ലാന്റ്സുകൾ മേടിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോയിൽ നമ്മൾ എല്ലാ പ്ലാന്റ്സിന്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ കാണിച്ചു പോകുന്നുണ്ട്. ഇങ്ങനെ അകത്തി കാണിക്കുകയോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് പ്ലാന്റിന്റെ സൈസ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടിട്ടുണ്ടെങ്കിൽ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ബോഗൻവില്ലയുടെ പ്ലാന്റ്സ് കാണിച്ച സമയത്ത് വന്ന മഹാറാണിയുടെ അടർണയുടെ പ്ലാന്റ്സ് അയച്ച സമയത്ത് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. പാക്കിങ്ങിന്റെ ടൈമിൽ വീഡിയോ എടുക്കാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇതൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തത്. ഇതുപോലെ മഹാറാണിയുടെ അടർണയുടെയും പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചത്. ഇതുപോലെ ആ പോട്ടിൽ നിന്നും എടുത്തിട്ട് റൂട്ടിന് ഒരു അനക്കവും സംഭവിക്കാതെ ഇതുപോലെ ഒരു ചെറിയ പോട്ടിലേക്ക് ആക്കിയിട്ടാണ് അയച്ചിരിക്കുന്നത്. ചെറിയ പോട്ടാണെങ്കിൽ 4 ഇഞ്ച് 5 ഇഞ്ച് സൈസ് വരുന്ന പോട്ടാണ്. എന്നിട്ട് അതിനകത്ത് അതിന്റെ റൂട്ടിന് ഒരു അനക്കവും സംഭവിക്കാതെ തന്നെ പേപ്പറൊക്കെ ഫില്ല് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് റാപ്പ് ചെയ്ത് ഈ ഒരു പ്ലാന്റിന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയാലൊന്നും അതിന്റെ റൂട്ടൊന്നും അധികം അനങ്ങില്ല കേട്ടോ. മണ്ണ് കുറച്ച് ഇളവൊക്കെ വന്നാലും റൂട്ടിന് ഒരു ഡാമേജും വരില്ലേ. എന്നിട്ട് നമ്മൾ ഇതുപോലെ തന്നെ കാർഡ്ബോർഡ് ബോക്സിനകത്ത് നന്നായിട്ട് കവർ ചെയ്താണ് കേട്ടോ വിടുന്നത്. അപ്പൊ ഈ ബോക്സിനൊന്നും ഒരു ഡാമേജും വരാതെ തന്നെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ഈ പ്ലാന്റുകളൊക്കെ അയച്ച് കൈ കിട്ടിയവർക്കൊക്കെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ ഓരോ പാക്കിങ്ങും ഇതുപോലെ ടൈം എടുത്ത് അത്രയും ശ്രദ്ധിച്ച് തന്നെയാട്ടോ അയക്കുന്നത്. നമ്മൾ 2-3 കോംബോകളോട് കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൽ ഫസ്റ്റ് കോംബോ എന്ന് പറയുന്നത് മഹാറാണിയുടെ പ്ലാന്റ് ആണ്. പ്ലാന്റിന്റെ സൈസ് എല്ലാവരും കൃത്യമായിട്ട് കാണുക. ഈ ഒരു സൈസ് ആട്ടോ വരുന്നുള്ളൂ. മഹാറാണിയുടെ പ്ലാന്റ് ആണ്. ഇതിലും ചെറിയ പ്ലാന്റ്സ് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ. നമ്മൾ ഇതിലും ചെറിയ പ്ലാന്റുകളൊക്കെ ഇത്രയും റെയർ വെറൈറ്റികളൊക്കെ മേടിക്കുന്നത് റിസ്ക്കും ആണ്. അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ചെറുതാണെങ്കിലും വീഡിയോയിൽ നമ്മൾ പ്ലാന്റിന്റെ സൈസ് കൃത്യമായിട്ട് തന്നെ കാണിച്ചാട്ടോ പോകുന്നത്. അപ്പൊ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. ഇതിന്റെ പ്ലാന്റിന് ഒരു ഡാമേജും കൂടാതെ തന്നെ നമ്മൾ സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് മഹാറാണിയുടെ ഒരു സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. നല്ല ഹെൽത്ത് ഏകദേശം ഈ ഒരു സൈസ് തന്നെയാണ് വരുന്നത് മഹാറാണിയുടെ പ്ലാന്റ്. അടുത്ത വരുന്നത് അടർണ. ഈ ഒരു സൈസ് വരുന്ന അടർണയുടെ പ്ലാന്റും ആണ് വരുന്നത്. അടർണയിലും ഇതുപോലെ ഫ്ലവേഴ്സ് വന്നു തുടങ്ങിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ. ഏകദേശം ഈ ഒരു സൈസാണ് എല്ലാ പ്ലാന്റ്സും വരുന്നത്. ഈ 2 പ്ലാന്റ്സും കൂടി നല്ലൊരു അടിപൊളി ഷിപ്പിംഗ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗിൽ ഒരു കോംബോയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നത്തെ കോംബോ ഓഫർ റേറ്റ് വരുന്നത് 2000 രൂപ. 2000 രൂപ ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ആണ്. ഓൾ കേരള നമ്മൾ ഫ്രീ ഷിപ്പിംഗിൽ ഈ ഒരു കോംബോ അയച്ചു തരുന്നതാണ്. അപ്പോൾ 2 പ്ലാന്റും ഇത് സേഫ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പാക്ക് ചെയ്ത് വിടുന്നതാണ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ്. അടർണയുടെ ഏകദേശം ഈ ഒരു സൈസ് ഒക്കെ വരുന്നത് നല്ല വലിയ പ്ലാന്റ് വിത്ത് ഫ്ലവറോട് കൂടിയ ഇത്രയും സൈസുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. റേറ്റ് വരുന്നത് 1400 രൂപയാണ്. അതുപോലെ തന്നെ മഹാറാണിയുടെ ഇത്രയും ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് ഈ ഒരു സൈസ് വരുന്ന മഹാറാണിയുടെ പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ്. 1400 രൂപയാണ് വരുന്നത്. പ്ലസ് കൊറിയർ ചാർജ് കൂടിയുണ്ട്. അപ്പോൾ ഈ മദർ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. അതുപോലെ തന്നെ നാളെ നമ്മുടെ ചാനൽ ഒരു അടിപൊളി സെയിൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് വെറൈറ്റികളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള അതും ഏറ്റവും ഒരു ഓഫർ പ്രൈസിലായിരിക്കും നമ്മൾ നാളെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഈ 2 പ്ലാന്റ്സിനും കൂടി ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് 1050 രൂപ പ്ലസ് CC ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. ഈ റേറ്റിന് നിങ്ങൾക്ക് ഒരിടത്തും കിട്ടില്ല. അത്രയും ഒരു ഓഫർ പ്രൈസിൽ തന്നെയാട്ടോ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ചില വീഡിയോ ഒക്കെ ഇടുമ്പോൾ അതിൻ്റെ താഴെ വന്ന് ചില ആളുകൾ കമന്റ് ചെയ്യാറുണ്ട്, ഇത് എന്തൊരു റേറ്റാണ്, ഇതിനാണ് വില കുറവ് എന്ന് പറയുന്നതൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ അങ്ങനെ കമന്റ് ചെയ്യുന്നവർക്ക് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊന്നും അത്ര അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഒരു പബ്ലിക്കായിട്ട് ഒരു പോസ്റ്റിൽ വന്നിട്ട് വില കുറവാണെന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ. അത് വില കുറവാണെങ്കിൽ മാത്രമേ ഉള്ളൂ കാണുന്ന ഓഡിയൻസിന് അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കത് അത്രയും ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് റേറ്റ് കുറവാണെന്ന് പറയുന്നത്.
ഈ സെയിം ഇത്രയും വലിപ്പമുള്ള പ്ലാന്റുകളാണ്. ചിലപ്പോൾ ഇതിന്റെ ചെറിയ പ്ലാന്റുകളൊക്കെ ഇതിലും വിലക്കുറവിൽ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. പക്ഷെ നമ്മൾ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റ് നമ്മൾ ഏറ്റവും ഒരു വിലക്കുറവിൽ തന്നെയാട്ടോ കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ കമന്റ് ചെയ്യുന്നവർ പ്ലാന്റിന്റെ സൈസും കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇതിന്റെ ഒരു മാർക്കറ്റ് പ്രൈസും കാര്യങ്ങളും എന്താണെന്നൊക്കെ ഒന്ന് അന്വേഷിച്ച് കൂടി നോക്കണം കേട്ടോ. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കണേ. അപ്പോൾ നാളെ നമ്മുടെ ചാനൽ ഒരു അടിപൊളി ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള നല്ലൊരു അടിപൊളി സെയിൽ വീഡിയോ വരുന്നുണ്ട്. മറക്കാതെ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്